ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമായുള്ള ചിത്രങ്ങളിൽ വിജയുടെ സാന്നിധ്യം കൂടി ഉണ്ടാകും എന്ന സന്തോഷത്തിലായിരുന്നു ലിയോ എന്ന വിജയ് ചിത്രം ലോകേഷ് പ്രഖ്യാപിച്ചപ്പോൾ സിനിമാ പ്രേമികൾ. എന്നാൽ പിന്നീട് വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നതോടെ ഇനി സിനിമാ അഭിനയം ഉണ്ടാവില്ലേ എന്ന് ആരാധകർ ഭയന്നു. തുടർന്ന് വന്ന വാർത്തകൾ ആരാധകരുടെ ആ ഭയത്തെ ഊട്ടി ഉറപ്പിക്കുന്നതായിരുന്നു. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലും ഇടയ്ക്കൊക്കെ ദളപതി സിനിമ ചെയ്യും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു വിജയ് എടുത്ത നിലപാട്. രാഷ്ട്രീയം ഒരു മുഴുവൻ സമയ പ്രവർത്തനമായിരിക്കണമെന്നും സിനിമയിൽ നിന്നും താൽക്കാലികമായി ഇടവേള എടുക്കുന്നു എന്നുമാണ് വിജയ് ആരാധകരെ അറിയിച്ചത്. തമിഴക വെട്രിക്കഴകം പാർട്ടിയുടെ സ്ഥാപനവും പിന്നാലെ നടന്നു. ഇതോടെ വിജയുടെ അവസാന 2 ചിത്രങ്ങൾക്കായുള്ള കാത്തിരിപ്പിലായി ആരാധകർ. അതിൽ ഗോട്ട് തിയേറ്ററിൽ എത്തുകയും ചെയ്തു. ഇനി വരാൻ പോകുന്നത് ജനനായകൻ എന്ന ചിത്രമാണ്. ഈ സിനിമയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലുമാണ്. കുറെ വർഷങ്ങളായി രക്ഷകൻ ഇമേജ് വരുന്ന ചിത്രങ്ങളാണ് വിജയ് തുടർച്ചയായി ചെയ്തിരുന്നത്. അവസാന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന്റെ വ്യക്തമായ സൂചനകൾ വിജയ് നൽകിയിട്ടുണ്ട്. സിനിമയിലൂടെ ഒരു മാസ് ഓഡിയൻസിനെ ആരാധകരാക്കി അതിലൂടെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇടം നേടിയെടുത്തത് വിജയുടെ ബ്രില്യൻസ് തന്നെയാണ്. ജനനായകൻ എന്ന സിനിമയും രക്ഷകന്റെ കഥ തന്നെയായിരിക്കും പറയുക എന്നുറപ്പാണ്. ചിത്രത്തിന്റെ മറ്റു ചില അപ്ഡേറ്റ്സുകൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. റെക്കോർഡ് തുകയ്ക്കാണ് ഈ സിനിമയുടെ വിതരണാവകാശം വിറ്റുപോയിരിക്കുന്നത് എന്നതാണ് പുതിയ റിപ്പോർട്ട്. ജനനായകന്റെ ഓവർസീസ് വിതരണാവകാശം ഫാർസ് ഫിലിംസ് ആണ് 75 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ സിനിമകളുടെ വിദേശ വിതരണ രംഗത്തെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നാണ് ഫാർസ് ഫിലിംസ്. ഗൾഫ് ആസ്ഥാനമാക്കിയാണ് ഫാർസ് ഫിലിംസ് പ്രവർത്തിക്കുന്നത്. വിജയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഓവർസീസ് റിലീസാണ് ഫാർസ് പ്ലാൻ ചെയ്യുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. വിജയുടെ അവസാന ചിത്രം ആയതുകൊണ്ട് തന്നെ വമ്പൻ റിലീസിന് തന്നെയായിരിക്കും നിർമ്മാതാക്കൾ ഒരുങ്ങുന്നത് എന്നുറപ്പാണ്. വെങ്കട് കെ നാരായണയാണ് KVN പ്രൊഡക്ഷന്റെ പേരിൽ ജനനായകന്റെ നിർമ്മാണം നിർവഹിക്കുന്നത്. ജഗദീഷ് പളനിസ്വാമിയും ലോഹിതൻ കെയുമാണ് ചിത്രത്തിന്റെ സഹനിർമ്മാതാക്കൾ. 275 കോടിയായിരിക്കും ജനനായകനിൽ അഭിനയിക്കാനായി വിജയ് വാങ്ങുന്നത് എന്ന സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ട് മുൻപ് പുറത്തു വന്നിരുന്നു. ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ബോളിവുഡ് താരം ഷാരൂഖ് ഖാന്റെ പ്രതിഫലത്തേക്കാൾ മുകളിലാണിത്. 250 കോടിയാണ് ഷാരൂഖ് ഖാന്റെ പ്രതിഫലം എന്നാണ് വിവരം. നിലവിൽ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന താരങ്ങളുടെ ലിസ്റ്റിൽ 3ാം സ്ഥാനത്താണ് വിജയ് ഉള്ളത്. ഷാരൂഖ് ഖാൻ കഴിഞ്ഞാൽ 230 കോടി രൂപ വാങ്ങുന്ന രജനീകാന്താണ് ഈ ലിസ്റ്റിലുള്ളത്. രജനീകാന്തിന് ശേഷം നിൽക്കുന്ന വിജയുടെ ഏറ്റവും ഉയർന്ന പ്രതിഫലം 200 കോടിയാണ്. തമിഴ് സിനിമാ ലോകത്ത് കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോഴാണ് കോടികൾ പ്രതിഫലം ലഭിക്കുന്ന വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. വിനോദ് ഒരുക്കുന്ന ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത് അനിരുദ്ധ് രവിചന്ദ്രാണ്. ബോബി ഡിയോൾ, പൂജ ഹെഗ്ഡെ, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ് മേനോൻ, നരേൻ, പ്രിയാമണി, മമിത ബൈജു തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ.